പത്മജയെ ഞങ്ങളെല്ലാം കൂടി ചെന്ന് കണ്ടിരുന്നു. അവർ പറയുന്ന കാര്യങ്ങൾ അങ്ങേയറ്റം വേദനാജനകമായ കാര്യങ്ങളാണ് പറയുന്നത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണനും KPCC നേതൃത്വവും എല്ലാം ഇടപെട്ട് വിജയേട്ടനുണ്ടായിരുന്ന കടബാധ്യത തീർക്കുന്നതിനാവശ്യമായ കാര്യങ്ങൾ ചെയ്യുമെന്ന് ഉറപ്പ് കൊടുത്തതായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് കൽപ്പറ്റയിൽ രാജീവ് വക്കീലിൻ്റെ ഓഫീസിൽ വെച്ച് കൽപ്പറ്റ MLA സിദ്ദിഖും പത്മജയും പത്മജയുടെ ഭർത്താവ് വിജേഷും എല്ലാം കൂടെ ചേർന്ന് ഒരു എഗ്രിമെൻറ്റ് തയ്യാറാക്കി. ആ എഗ്രിമെൻറ്റ് തയ്യാറാക്കിയ ശേഷം ഒരു കോപ്പി ചോദിച്ചു. അപ്പോൾ സിദ്ദിഖ് MLA പറഞ്ഞു പോലും ആർക്കും കോപ്പി വേണ്ട, എൻ്റെ കയ്യിലും വേണ്ട, നിങ്ങളുടെ കയ്യിലും വേണ്ട, അത് വക്കീലിൻ്റെ ഓഫീസിൽ നമുക്ക് സൂക്ഷിക്കാം. ഈ പാവങ്ങളത് അംഗീകരിച്ചു. പാർട്ടി പറഞ്ഞല്ലേ വിചാരിച്ചിട്ട്, പ്രത്യേകിച്ച് MLA അല്ലേ പറഞ്ഞ് വിചാരിച്ചിട്ട് പാവങ്ങളത് അംഗീകരിച്ചു. പൈസ എഗ്രിമെൻറ്റ് പ്രകാരം കൊടുത്തില്ല. 25 ലക്ഷം രൂപ ക്യാഷായിട്ടും പിന്നെ വീടും സ്ഥലവും എല്ലാം പണയപ്പെടുത്തിയതിന് ഏകദേശം 1 കോടിയോളം രൂപ ഇപ്പോൾ പലിശ ഉൾപ്പെടെ വന്നിട്ടുണ്ട്. ആ കടബാധ്യത വീട്ടുമെന്നാണ് എഗ്രിമെൻ്റ് ഉണ്ടായിരുന്നത്. 25 ലക്ഷത്തിൽ 2-3 ഘട്ടങ്ങളായിട്ട് 20 ലക്ഷം രൂപ കൊടുത്തു. അത് മറ്റൊരു ലോൺ വൺ ടൈം സെറ്റിൽമെൻറ്റ് വന്നിരുന്നു, OTS. ആ OTSൻ്റെ ഭാഗമായിട്ട് അത് ഉപയോഗിച്ചു. പിന്നീട് ഇവർ കോട്ടയത്ത് പോയി ഒരു ഷോപ്പ് തുടങ്ങി. എങ്ങനെയെങ്കിലും ഇവിടെ ഈ പ്രയാസവും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഒന്ന് മാറി നിൽക്കണം വിചാരിച്ച് കോട്ടയത്ത് പോയി ഒരു ഷോപ്പ് തുടങ്ങി. പക്ഷേ അതൊന്നും മുന്നോട്ട് പോകണം, അത് ലോൺ എടുത്തിട്ടാണ് തുടങ്ങിയിരിക്കുന്നത്. പക്ഷേ ഈ കാര്യങ്ങളെല്ലാം ഇന്നലെ പത്രക്കാരോട് പറഞ്ഞ ശേഷം, ചാനലിലെല്ലാം വലിയ വാർത്ത വന്ന ശേഷം, ഒരു ചാനലിൽ സിദ്ദിഖ് MLA പറഞ്ഞു അവർ പുതിയ കട ആരംഭിക്കാൻ വേണ്ടി ഞങ്ങൾ പൈസ കൊടുത്തു എന്ന് പറഞ്ഞു. അത് ഞങ്ങൾ അപമാനിക്കുന്ന തുല്യമായി. എനിക്കത് ഭയങ്കര മനോവേദനയുണ്ടായി, കടുത്ത മനപ്രയാസം ഉണ്ടായി. MLA അങ്ങനെ പറഞ്ഞത് ഒരിക്കലും ന്യായീകരിക്കാൻ വേണ്ടി കഴിയാത്തതാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചെന്ന് കണ്ടു ഇദ്ദേഹം. ഇവർ ഈ എഗ്രിമെൻറ്റ് എനിക്ക് തന്നില്ല. അത് രാജീവ് വക്കീലാവട്ടെ, വക്കീലും ഒരു മാന്യമായ രീതിയിലുള്ള പെരുമാറി നമുക്ക് കാണാൻ വേണ്ടി കഴിയും. കാരണം വക്കീലും MLAയും അതുപോലെ തന്നെ ഇവരെല്ലാം കൂടി ഇരുന്നിട്ടാണ് എഗ്രിമെൻറ്റ് സൂക്ഷിക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്നത്. വക്കീൽ ഒരു കക്ഷിക്ക് മാത്രം എഗ്രിമെൻറ്റ് ഏകപക്ഷീയമായിട്ട് MLAക്ക് മാത്രം കൊടുക്കാൻ പാടില്ല. അതെല്ലാം എത്തിക്സിനെതിരാണ്. അങ്ങനെയല്ല ചെയ്യേണ്ടത്. അതെ, അതാ പറയുന്നത്. അഗ്രിമെൻ്റേ ഇല്ല എന്നുള്ളത് സിദ്ദിഖ് MLAയും മറ്റുള്ളവരൊക്കെ പറയട്ടെ, തിരുവഞ്ചൂർ രാധാകൃഷ്ണനൊക്കെ പറയട്ടെ, അവരല്ലേ പറയേണ്ടത്. ഞാനിപ്പോൾ പത്മജ ഞങ്ങളോട് പറഞ്ഞ കാര്യങ്ങളാണ് പറയുന്നത്. ഞങ്ങൾ എഗ്രിമെൻറ്റ് കാണാനും എഴുതാനൊന്നും പോയിട്ടില്ല. പക്ഷെ അവർ പറഞ്ഞൊരു കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ എഗ്രിമെൻറ്റും ഇല്ല, പണവും ഇല്ല, ഒന്നുമില്ല. അതിനേക്കാൾ സങ്കടകരമായൊരു കാര്യം അവർ പറഞ്ഞിരിക്കുന്നത് ഞങ്ങളോട്, പത്മജയുടെ ഭർത്താവ് വിജേഷിന് സ്ട്രോക്ക് വന്നു, ആശുപത്രിയിലായി, പണമടയ്ക്കാൻ കാശില്ല, MLA വന്ന് സന്ദർശിച്ചു പോയി, ഒക്കെ ശരിയാക്കാമെന്ന് പറഞ്ഞു. അവസാനം വിളിച്ചു പറഞ്ഞു പൈസ അടച്ചാലല്ലേ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യാൻ വേണ്ടി കഴിയൂ. ഡിസ്ചാർജ് ചെയ്യാൻ കഴിയാത്ത സംബന്ധിച്ച് MLAയുടെ ഓഫീസായി വീണ്ടും ബന്ധപ്പെട്ടു. ഞങ്ങൾക്ക് ക്യാഷായി തരാനുള്ള ബാക്കി 5 ലക്ഷത്തിൽ കുറച്ച് കാശ് തന്നാൽ ഞങ്ങൾക്കത് ആശുപത്രിയിൽ അടയ്ക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ പറഞ്ഞു കുറച്ച് കഴിഞ്ഞിട്ട് ഇവരെ തിരിച്ചു വിളിച്ചു. MLAയുടെ ഓഫീസിൽ നിന്ന് സ്റ്റാഫ് ആരോ തിരിച്ചു വിളിച്ചു. 7000 രൂപ ഇളവ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നാട്ടിൽ ആര് പറഞ്ഞാലും ചെയ്യുന്ന കാര്യമാണ്. എല്ലാ പൊതുപ്രവർത്തകരും പറഞ്ഞാൽ ആശുപത്രിക്കാർ ചെയ്യും. എന്നിട്ട് ഫോൺ അവിടെ വെച്ചു. ഇതാണ് എടുക്കുന്നൊരു നിലപാട്. ഇവിടെ ഏറ്റവും പ്രധാന വിഷയം വളരെ വഞ്ചനാപരമായ നിലപാട്. ഒരിക്കലും MLA എന്ന നിലയ്ക്ക് ചെയ്യാൻ പാടില്ലാത്തതാണ്. സിദ്ദിഖ് MLA ചെയ്തിരിക്കുന്നത്, ഇവർ പറഞ്ഞ കാര്യങ്ങളെ എനിക്കറിയൂ. ബാക്കി MLA ആണ് വെളിപ്പെടുത്തേണ്ട കാര്യങ്ങൾ. ഏതായാലും അവരൊരു നുണക്കഥ ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അവരവരുടെ ജീവിതം കൊണ്ടാണല്ലോ, അവരുടെ ജീവിതമാണല്ലോ ഇപ്പോൾ അവരുടെ വിഷയം. അവർക്ക് ജീവിക്കാൻ കഴിയാത്തൊരവസ്ഥ വന്ന അവസ്ഥയിൽ, പ്രത്യേകിച്ച് ഒരു ചാനലിൽ ഇന്ന് രാവിലെ വാർത്ത വന്നപ്പോൾ അവർക്ക് ഭയങ്കര ദുഃഖം ഉണ്ടായി എന്നാണ് പറഞ്ഞത്, MLA ഇങ്ങനെ പറഞ്ഞ കാര്യത്തിൽ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഞങ്ങൾ അവരോട് പറഞ്ഞിട്ടുണ്ട് ആത്മഹത്യയൊന്നും അല്ല പരിഹാരമാർഗം. നാട്ടിലെ ജനങ്ങളും എല്ലാവരും ഉണ്ട്. ആ അടിസ്ഥാനത്തിൽ ഈ കാര്യങ്ങൾ പരിഹരിക്കാൻ വേണ്ടി കഴിയും. ഇടപെടണം, നിങ്ങൾ ആ അർത്ഥത്തിലേക്ക് ഒരു തീരുമാനത്തിലെത്തണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്.